നമസ്കാരം. ഇന്ന് വളരെ വ്യത്യസ്തവും ഒരുപാട് പേർക്ക് താല്പര്യമുണർത്തുന്നതുമായ ഒരു വിഷയവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ലോക ഫുട്ബോളിലെ ഇതിഹാസ താരം ലയണൽ മെസ്സിയുടെ ജാതകത്തെ ജ്യോതിഷപരമായി ഒന്ന് പഠിച്ചു നോക്കാം. ഗോട്ട് എന്ന വിശേഷണം ഇന്ന് ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് മെസ്സിയുടെ പേരിനൊപ്പമാണ്. ഗോട്ട് എന്നാൽ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം, എല്ലാ കാലത്തെയും മികച്ച കളിക്കാരൻ എന്ന വിശേഷണമാണിത്. എന്നാൽ ബാല്യത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ട ഒരു കുട്ടി എങ്ങനെ ലോകത്തിലെ എക്കാലത്തെയും മികച്ച ഫുട്ബോൾ താരങ്ങളിൽ ഒരാളായി മാറി? അദ്ദേഹത്തിൻ്റെ ജാതകത്തിൽ അതിനുള്ള എന്തെങ്കിലും സൂചനകൾ ഉണ്ടായിരുന്നു? പൊതുവായി ലഭ്യമായ ജനന വിവരങ്ങളെ അടിസ്ഥാനമാക്കി നമുക്ക് ഈ ജാതകമൊന്ന് പഠിച്ചു നോക്കാം. ലയണൽ മെസ്സി 1987 ജൂൺ 24 രാത്രി 8:30 അർജൻറ്റീനയിലെ റൊസാരിയോ സാന്റഫേയിൽ ജനിച്ചതായി കാണുന്നു. ഈ വിവരങ്ങൾ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ ജാതകത്തിൽ മകരലഗ്നമാണ് കാണുന്നത്. ഈ ജാതകത്തിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ലഗ്നത്തിൻ്റെ ബലമാണ്. ലഗ്നത്തിലേക്ക് ലഗ്നാധിപനായ ശനി ലാഭസ്ഥാനമായ 11 ഇരുന്നു കൊണ്ട് ദൃഷ്ടി ചെയ്യുന്നുമുണ്ട്. ലഗ്നത്തിൽ ഈ ശനി അംശിച്ചിട്ടുമുണ്ട്. ശനിക്കുള്ള മറ്റൊരു പ്രത്യേകത ശനി വക്രഗതിയിലാണെന്നുള്ളതാണ്. വക്രഗതിയിലുള്ള ശനിക്ക് ശക്തിയേറും. ഈ ലഗ്നാധിപനായ ശനിക്ക് ചന്ദ്രൻ്റെയും യോഗകാരകനായ ശുക്രൻ്റെയും ദൃഷ്ടിയും ലഭിക്കുന്നു. ഇത് അദ്ദേഹത്തിന് ലഭിക്കുന്ന യശസ്സിനും ജനപ്രീതിക്കും സഹായിക്കുന്നു. കൂടാതെ ലഗ്നത്തിലേക്ക് ചൊവ്വയുടെ ദൃഷ്ടിയുമുണ്ട്. അതുകൊണ്ട് ധൈര്യം, പോരാട്ടവീര്യം, കഠിനാധ്വാനം, മത്സര മനോഭാവം എന്നിവ ഈ ജാതകത്തിൽ ശക്തമായി പ്രകടമാകുന്ന ഘടകങ്ങളായി ജ്യോതിഷപരമായിട്ട് നമുക്ക് കാണാം. ലഗ്നാധിപന് സ്ഥാനം കൊടുത്ത ഈ ചൊവ്വയുടെ സ്ഥിതി പരിശോധിച്ചാലോ? ഈ ചൊവ്വ 6-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 6-ാം ഭാവം എന്ന് കേൾക്കുമ്പോൾ അതൊരു വെല്ലുവിളിയുള്ള സ്ഥാനമാണെന്ന് തോന്നാം. എന്നാൽ ജ്യോതിഷത്തിൽ 6-ാം ഭാവം രോഗത്തിൻ്റെയും ശത്രുക്കളുടെയും സ്ഥാനം മാത്രമല്ല, അവയെ അതിജീവിക്കുവാനുള്ള ശക്തിയുടെയും സ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ഈ ചൊവ്വയുടെ സ്ഥാനം വളരെ ശ്രദ്ധേയമാണ്. ഇനി അദ്ദേഹത്തിൻ്റെ 3-ാം ഭാവസ്ഥിതിയാണ് പ്രധാനം. 3-ാം ഭാവത്തിൽ നിൽക്കുന്ന രാഹുവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ശക്തമായ സ്വാധീനം ചെലുത്തുന്ന ഗ്രഹമാണ്. ധൈര്യം, വീര്യം, പോരാട്ടവീര്യം, റിസ്ക് എടുക്കാനുള്ള മനോഭാവം എന്നിവയ്ക്ക് ഈ രാഹുവിൻ്റെ സ്ഥിതി നല്ല പിന്തുണ നൽകുന്നു. ഇതിൻ്റെ ഫലപ്രകടനം പിന്നീട് രാഹുദശയിൽ കൂടുതൽ വ്യക്തമായിട്ട് കാണുകയും ചെയ്യാം. ഇതിലൊക്കെ പ്രധാനമായിട്ടുള്ളത് ഈ ഗ്രഹങ്ങളുടെയൊക്കെ ദശ ഇദ്ദേഹത്തിന് ബാല്യത്തിൽ തന്നെ കിട്ടി എന്നുള്ളതാണ്. ഇദ്ദേഹം മകയിരം നക്ഷത്ര ജാതനായതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ നക്ഷത്രാധിപൻ കുജനാണ്. 5 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടം അദ്ദേഹത്തിന് കുജദശയായിരുന്നു. പിന്നീട് 5 വയസ്സ് മുതൽ രാഹുദശ ആരംഭിച്ചു. ജാതകത്തിൽ നേരത്തെ കണ്ട ഈ രാഹുവിൻ്റെ സ്വാധീനം ഈ ദശയിൽ ജീവിതത്തിൽ വ്യക്തമായി പ്രകടമാക്കാൻ തുടങ്ങി. ഈ കാലഘട്ടത്തിലാണ് മെസ്സിയുടെ ജീവിതത്തിൽ ഒരു വലിയ വെല്ലുവിളി വന്നത്. വളർച്ചാ ഹോർമോൺ കുറവ് അദ്ദേഹത്തിന് കണ്ടെത്തി. ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി. സാധാരണ ഒരു കുട്ടിയുടെ കായിക സ്വപ്നങ്ങൾ അവസാനിച്ചേക്കാവുന്ന ഒരു സാഹചര്യമായിരുന്നു അത്. എന്നാൽ ജാതകത്തിൽ ശക്തമായ 6-ാം ഭാവവും അവിടെ ഭാഗ്യാധിപതിയായ ബുധനോടൊപ്പം നിൽക്കുന്ന ചൊവ്വയും 3-ാം ഭാവത്തിലെ രാഹു വെല്ലുവിളികളെ അതിജീവിക്കാനുള്ള അസാധാരണമായ മനക്കരുത് നൽകുന്ന ഘടകങ്ങളായി കാണാം. അതുകൊണ്ട് തന്നെ ചികിത്സ ലഭിക്കുകയും പിന്നീട് സ്പെയിനിലേക്ക് പോകാനുള്ള അവസരം ലഭിക്കുകയും അങ്ങനെ ജീവിതം പുതിയ വഴിയിലേക്ക് തിരിയുകയും ചെയ്തു. ഈ രാഹു അദ്ദേഹത്തിന് ഒരു വിദേശവാസത്തിനും ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവ് തന്നെ ഈ രാഹുദശ കാലത്ത് അദ്ദേഹത്തിനുണ്ടായി. രാഹുദശയിൽ തന്നെ മെസ്സിയുടെ ജീവിതം അതിവേഗം മാറാൻ തുടങ്ങി. സ്പെയിനിലെ ബാഴ്സലോണ അക്കാദമിയിൽ അദ്ദേഹത്തിന് പ്രവേശനം ലഭിച്ചു. ചികിത്സയോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ കഴിവും വളർന്നു. പിന്നീട് ബാഴ്സലോണയുടെ സീനിയർ ടീമിലെത്തി. അർജൻറ്റീനയുടെ ദേശീയ ടീമിൽ ഇടം നേടി. യുവ ലോകകപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. തുടർന്ന് ബാലൻ ഡിയോർ ഉൾപ്പെടെ ലോകത്തെ മികച്ച താരത്തിനുള്ള നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹം നേടി. ഒടുവിൽ 2022 അർജൻറ്റീനയെ ലോകകപ്പ് വിജയത്തിലേക്ക് നയിച്ച് ലോക ഫുട്ബോളിലെ ഇതിഹാസമെന്ന സ്ഥാനവും അദ്ദേഹം ഉറപ്പിച്ചു. നേട്ടങ്ങളുടെ എല്ലാം പിന്നിൽ ജാതകത്തിൽ കണ്ട ശക്തമായ ലഗ്നബലം, ചൊവ്വയുടെ പോരാട്ടവീര്യം, 3-ാം ഭാവത്തിലെ രാഹുവിൻ്റെ ധൈര്യം, അചഞ്ചലമായ പരിശ്രമവും പ്രവർത്തിച്ചിരുന്നതായിട്ട് ജ്യോതിഷപരമായിട്ട് വിലയിരുത്താം. തുടർന്ന് 2011 രാഹുദശ അവസാനിച്ച് വ്യാഴദശ ആരംഭിക്കുന്നു. ഈ ദശയിലാണ് മെസ്സിയുടെ കരിയർ കൂടുതൽ പക്വതയിലേക്കും ആഗോള അംഗീകാരത്തിൻ്റെ ഉച്ചിയിലേക്കും എത്തുന്നത്. വർഷങ്ങളായി പിന്തുടർന്നിരുന്ന ലോകകപ്പ് സ്വപ്നവും ഈ ദശയിലാണ് സഫലമായത്.
2022 അർജൻറ്റീനയെ ലോകകപ്പ് കിരീടത്തിലേക്ക് നയിച്ച് തൻ്റെ കരിയറിലെ ഏറ്റവും വലിയ നേട്ടവും അദ്ദേഹം സ്വന്തമാക്കി. വ്യാഴൻ ഈ ജാതകത്തിൽ കേന്ദ്രസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്. 3ഉം 12ഉം ഭാവാധിപത്യം ഉണ്ടെങ്കിലും വ്യാഴത്തിന് ഇരിപ്പിടം കൊടുത്ത ചൊവ്വയുടെ സ്വാധീനമായിരിക്കണം അദ്ദേഹത്തെ ഈ ഒരു നേട്ടങ്ങൾ നേടുവാൻ കൂടുതൽ സഹായിച്ചതെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ പോരാട്ടവീര്യവും വിജയിക്കാനുള്ള അചഞ്ചലമായ മനക്കരുത്തും ഈ ദശയിലും അദ്ദേഹം പ്രകടമാക്കി. വ്യാഴദശയിൽ വ്യാഴന് ലഭിച്ചിരിക്കുന്ന ചൊവ്വയുടെ ശക്തമായ സ്വാധീനവും ഈ കാലഘട്ടത്തിലെ നേട്ടങ്ങൾക്ക് പിന്തുണ നൽകിയതായിട്ട് വിലയിരുത്താം. ഈ ദശയിൽ ജീവിതത്തിലെ പ്രധാന നേട്ടങ്ങൾ ഉറപ്പിക്കപ്പെടുകയും ലോകവ്യാപകമായ അംഗീകാരം കൂടുതൽ ശക്തമാവുകയും ചെയ്തത്. 2027 മെയ് മാസത്തോടെ വ്യാഴദശ അവസാനിച്ച് ശനിദശ ആരംഭിക്കുന്നു. ഏത് ദശാമാറ്റവും പോലെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുകയും അനാവശ്യമായ അപകട സാധ്യതകൾ കുറയ്ക്കുകയും ആത്മവിശ്വാസം നൽകുന്ന പ്രാർത്ഥനകളും ആത്മീയ കാര്യങ്ങളും കൂടുതൽ ശക്തമാക്കുകയും ചെയ്യുന്നത് ജ്യോതിഷപരമായി ഗുണകരമായിരിക്കുമെന്നും പറയാം. ഈ ദശാസന്ധി കാലവും ജീവിതത്തിൽ ചില മാറ്റങ്ങളും പുതിയ ഉത്തരവാദിത്തങ്ങളും കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു ഘട്ടമാണ്. അതിനാൽ ആ കാലഘട്ടത്തിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആലോചിച്ചും ശ്രദ്ധയോടും മുന്നോട്ട് പോകുന്നത് ഉചിതമാണെന്ന് ജ്യോതിഷപരമായി പറയാം. ഇനി ശനിദശയിലേക്ക് കടക്കുമ്പോൾ ശനി ഈ ജാതകത്തിലെ ലഗ്നാധിപനാണ്. ശക്തമായ ലഗ്നാധിപനായ ശനിയുടെ ദശയിൽ ഉത്തരവാദിത്തം, സ്ഥിരത, അനുഭവ സമ്പത്ത് എന്നിവ കൂടുതൽ പ്രകടമാകാൻ സാധ്യതയുണ്ട്. അതിനാൽ ഈ കാലഘട്ടം കരിയറിൻ്റെ അവസാനഘട്ട നേട്ടങ്ങൾ, മാർഗനിർദ്ദേശപരമായ പങ്ക്, വ്യക്തിപരമായ പക്വത എന്നിവയിലൂടെ ശ്രദ്ധേയമാകാൻ സാധ്യതയുള്ള കാലഘട്ടമായി ജ്യോതിഷപരമായി വിലയിരുത്താം. ഈ ജാതകത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ജീവിതത്തിലെ പ്രധാന നേട്ടങ്ങളും വെല്ലുവിളികളും അനുയോജ്യമായ ദശാകാലങ്ങളിൽ തന്നെ പ്രകടമായതായി കാണുന്നതാണ്. അതുകൊണ്ടാണ് ഈ ജാതകം ജ്യോതിഷ പഠനത്തിന് ശ്രദ്ധേയമാകുന്നത്. മെസ്സിയുടെ ജാതകം പരിശോധിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാകുന്നു. നല്ല ഗ്രഹയോഗങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രം ആരും ലോകപ്രശസ്തരാകുന്നില്ല. അതുപോലെ വെല്ലുവിളികൾ ഉണ്ടായതുകൊണ്ട് മാത്രം ജീവിതം പരാജയപ്പെടുകയും ചെയ്യുന്നില്ല. ലഭിച്ച അവസരങ്ങളെ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു, വെല്ലുവിളികളെ എങ്ങനെ അതിജീവിക്കുന്നു എന്നതാണ് ജീവിത വിജയത്തെ നിർണ്ണയിക്കുന്നത്. അതുകൊണ്ട് മെസ്സിയുടെ ജാതകം പരിശോധിക്കുമ്പോൾ ശക്തമായ ഗ്രഹയോഗങ്ങൾ മാത്രമല്ല, ആ ഗ്രഹയോഗങ്ങളെ ഫലപ്രദമാക്കിയ കഠിനാധ്വാനവും അർപ്പണബോധവും കൂടി നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ജ്യോതിഷം സാധ്യതകളെ കാണിച്ചു തരുന്നു. എന്നാൽ ആ സാധ്യതകളെ യാഥാർത്ഥ്യമാക്കുന്നത് മനുഷ്യൻ്റെ പരിശ്രമവും ശരിയായ തീരുമാനങ്ങളുമാണ്. അതിൻ്റെ മികച്ച ഉദാഹരണമാണ് ശ്രീ ലയണൽ മെസ്സിയുടെ ജീവിതം. ഈ ജ്യോതിഷ പഠനം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇത്തരത്തിലുള്ള കൂടുതൽ ജ്യോതിഷ വിശകലനങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. നന്ദി, നമസ്കാരം.